സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങളിൽ പ്രധാനമായിട്ടും മാറ്റങ്ങൾ വരുത്തണം. നമ്പർ 1 എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളുടെ മനസ്സിലെ പണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് പണം വേണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളിലേക്കാണ് പണം എത്തുള്ളൂ. പണം ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല. പണത്തിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും പണം നെഗറ്റീവ് അല്ല. പണത്തിന് നമ്മൾ ഇഷ്ടപ്പെടണം, പണം നമ്മളെയും ഇഷ്ടപ്പെടണം എന്നുള്ള മൈൻഡ് സെറ്റ് വേണം. ഉദാഹരണത്തിന് വേണമെങ്കിൽ അഫർമേഷൻസ് കൊടുക്കാം. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു, പണം എന്നെ സ്നേഹിക്കുന്നു, പണം എന്നിലേക്ക് ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് പണത്തിന് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ഭയങ്കര ഒരു ഫീലോട് കൂടിയിട്ട് ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പണം നമ്മളിലേക്ക് പല രീതിയിൽ ഒഴുകി വന്നോളും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ചൈൽഡ്ഹുഡ് അഥവാ കുട്ടിക്കാലത്ത് പണവുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെയും മനസ്സിൽ കയറിയിരിക്കുന്ന പലതരത്തിലുള്ള സങ്കല്പങ്ങളാണ്. അതായത് പണക്കാരൊക്കെ ദുഷ്ടന്മാരാണ്, പണം മരത്തിൽ കായ്ക്കില്ല, കൂടുതൽ പണം വന്നു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവില്ല, ഇങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ മനസ്സിനെ ബാധിക്കുക. ഉദാഹരണം പറയണമെങ്കിൽ ചില സമയത്തൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടായിരിക്കും അതൊക്കെ പൈസ ഉള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ വലിയ വലിയ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, പണം കിട്ടാൻ വേണ്ടി ആളുകൾ എന്തും ചെയ്യും. ഇത്തരത്തിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ടാവും, ബിലീഫ് സിസ്റ്റംസ്. ഇതൊക്കെ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം പണം നമ്മളിലേക്ക് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മൈൻഡ് സെറ്റ് അവിടെയാണ് കിടക്കുന്നത്. കുട്ടിക്കാലത്തുള്ള പല പ്രോഗ്രാമുകളും നിർഭാഗ്യവശാൽ പണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടാണ് കിടക്കാറ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ബിലീഫ് സിസ്റ്റംസ് ഒക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ റീപ്രോഗ്രാം ചെയ്യുക. അതായത് നെഗറ്റീവായിട്ട് നിങ്ങൾ പണവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളെ മാറ്റി ചിന്തിക്കുക. ഉദാഹരണത്തിന് പണം വന്നാൽ സമാധാനം നഷ്ടപ്പെടും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ മാറണം. പണം വന്നാൽ കൂടുതൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കും എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾക്കും പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ പണം വേണം. അപ്പോൾ അതിനൊന്ന് മാറ്റി ചിന്തിക്കുക. ചില ആളുകൾ പറയും ഹാർഡ് വർക്ക് ചെയ്താലാ, നന്നായി ഹാർഡ് വർക്ക് ചെയ്താലാണ് പൈസ കിട്ടുന്നത്, കഷ്ടപ്പെട്ട്. എന്നാൽ ചിന്തിച്ചു നോക്കുക, നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ രാപ്പയില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, അവർ പണക്കാരാവുന്നുണ്ടോ? ഉദാഹരണത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബംഗാളികൾ എത്രമാത്രം ഹാർഡ് വർക്ക് അവർ ചെയ്യുന്നത്, അവർ പണക്കാരാകുന്നുണ്ടോ? അതല്ല, സ്മാർട്ട് വർക്കാണ് പണം നമ്മളിലേക്ക് എത്തിക്കുന്നത്, അല്ലാണ്ട് ഹാർഡ് വർക്ക് അല്ല. നന്നായി എല്ലുമുറിയെ പണിയെടുത്തെങ്കിൽ മാത്രമേ പണം വരുന്നത് തെറ്റായിട്ടുള്ള സങ്കല്പമാണ്. അതിനെ മാറ്റി ചിന്തിക്കുക. ഞാൻ വളരെ സ്മാർട്ടായി കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ എന്നിലേക്ക് പണം ധാരാളമായിട്ട് വരും. അങ്ങനെ ഓരോ നെഗറ്റീവ് വിശ്വാസങ്ങളും പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുക. ചില ആളുകൾ ചിന്തിക്കും പണമുള്ള ആളുകൾ നല്ല ആളുകളല്ല, പണക്കാർ നല്ല ആളുകളല്ല. അത്ര വിശ്വാസം എപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി ചിന്തിക്കുക. പണമുള്ള എത്രയോ നല്ല ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലോകത്തെ സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നുണ്ട്, പാവപ്പെട്ട ആളുകൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പണമുണ്ടെങ്കിലാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ചിലപ്പോൾ ചില ധാരണകൾ എടുക്കുന്നുണ്ടായിരിക്കും, ഇതൊക്കെ വലിയ വലിയ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യത്തുള്ളൂ, സാധാരണക്കാരനായിട്ട് ജനിക്കുക എന്നുള്ളത് ഒരു നോർമൽ കാര്യമാണ്. പക്ഷെ അതേ അവസ്ഥയിലൂടെ തന്നെ പോകണം എന്ന് നമ്മളായിട്ട് ആരും പറയുന്നില്ല. ഏത് കഷ്ടപ്പാടിലും ഏത് ബുദ്ധിമുട്ടിലും ജനിച്ചിട്ടുള്ള ആളുകളും ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർക്ക് പറഞ്ഞില്ല, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യമില്ല. നമ്മളാണ് തീരുമാനിക്കുന്നത് ഏത് ലെവലിലേക്ക് പോകണമെന്നുള്ളത്. പണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോസിറ്റീവിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു മാറ്റം വരാൻ തുടങ്ങും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.